പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ശ്രുതിയും അശ്വിനും അടുക്കുകയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ശ്യാം. ഇതേ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ ജീവിതത്തിൽ നിന്ന് അഞ്ജലിയെ ഒഴിവാക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന ശ്യാം കാറിന്റെ ബ്രേക്ക് ഊരിവിട്ടിരിക്കുകയാണ്. ഇന്നത്തോടെ എന്നേക്കുമായി ശല്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ശ്യാം കാത്തിരിക്കുകയാണ് മരണവാർത്ത വരുന്നതിന് വേണ്ടി. ഇതേ സമയം ശ്രുതിയോട് തൻ്റെ മനസ്സിലെ സ്നേഹം തുറന്നു പറയണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അശ്വിൻ. മാത്രവുമല്ല, ശ്രുതിയെ സഹായിക്കുന്നതിനായി അശ്വിൻ കൂടെ നിൽക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് അശ്വിൻ ശ്രുതിയോട് എനിക്ക് ശ്രുതിയെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം പറയാൻ പോകുന്നത്. പക്ഷേ അപ്പോഴേക്കും അഞ്ജലിക്ക് അപകടം പറ്റി എന്നുള്ള വാർത്ത വന്നെത്തുകയാണ്. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഉടൻ തന്നെ വീട്ടിലേക്ക് കുതിച്ചെത്തുകയാണ് അശ്വിൻ. അവിടെ വെച്ച് എന്താണ് പറ്റിയത് എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ചേച്ചിയുടെ അടുത്തേക്ക് ഇരിക്കുമ്പോൾ തനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്നുള്ള മറുപടി നൽകുന്ന അഞ്ജലി ചെറിയ പരിക്കാണ് ഏറ്റത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. വണ്ടിയുടെ ബ്രേക്ക് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ എന്ന് പറയുന്ന അശ്വിൻ വണ്ടിയുടെ ബ്രേക്ക് എല്ലാം ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ തൻ്റെ ചതി പുറത്താകുമോ എന്ന് ഭയപ്പെടുകയാണ് ശ്യാം. എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഇതിനു വേണ്ടി ചെയ്യണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ശ്യാം മുന്നിലേക്ക് പോവുകയാണ്. തൻ്റെ ചതിയേറ്റില്ല എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന ശ്യാം ഇനി എന്താണ് ചെയ്യേണ്ടത്, അഞ്ജലിയെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ എന്ന് ആലോചിക്കുന്നു. പക്ഷേ അശ്വിനാകട്ടെ അന്ന് മുഴുവൻ അഞ്ജലിയുടെ കൂടെ തന്നെ ചിലവഴിക്കാൻ തീരുമാനമെടുക്കുകയാണ്. അഞ്ജലിക്ക് എന്താവശ്യമുണ്ട് എങ്കിലും തന്നെ വിളിച്ചാൽ മതി എന്ന് പറയുന്ന അശ്വിൻ ഞാൻ അപ്പുറത്ത് തന്നെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അഞ്ജലി അതിൻ്റെയൊന്നും ആവശ്യമില്ല, ചെറിയൊരു അപകടമല്ലേ ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിനെ ആശ്വസിപ്പിക്കുന്നു. ഇതേസമയം അശ്വിൻ ശ്രുതിയുടെ കാര്യത്തിലുള്ള തൻ്റെ തീരുമാനം അറിയിക്കണ്ടേ എന്ന് ആലോചിക്കുകയാണ്. എന്നാൽ ശ്രുതിയാകട്ടെ ഇതിനിടയിൽ അഞ്ജലിക്കുണ്ടായ അപകടത്തെ പറ്റി അറിഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനായി വീട്ടിലേക്ക് വരികയും ചെയ്യുന്നു. എന്നാൽ ശ്രുതിയോട് ചെറിയൊരു അപകടമാണ് എനിക്ക് ഉണ്ടായത് എന്ന് പറയുന്ന അഞ്ജലി യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുന്നു. മാത്രവുമല്ല, ഇത് ചെറിയ കാര്യമല്ലേ, നമുക്ക് വിവാഹത്തിന്റെ കാര്യങ്ങളിലാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നും ഈ അപകടം കാരണം വിവാഹത്തിൽ യാതൊരു കുറവും ഉണ്ടാകരുത് എന്ന് അഞ്ജലി പറയുകയും ചെയ്യുന്നു. നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വേണം ഇനി മുന്നിലേക്ക് പോകാനെന്നും പറഞ്ഞതിനെ തുടർന്ന് ശ്രുതിയെ താൻ വീട്ടിലേക്ക് കൊണ്ടുചെന്ന് വിടാം എന്നുള്ള കാര്യം അശ്വിൻ അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ അവസരം മുതലെടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന ശ്യാം ശ്രുതിയെ സ്വന്തമാക്കാനാണ് ഞാൻ ഈ അപകടം ഉണ്ടാക്കിയത് എന്ന് ശ്രുതിയോട് പറയുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.